കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കൽ നോട്ടീസ് നൽകിയ ഓപ്പൺ സർവകലാശാല വി.സി. മുബാറക് പാഷ ഗവർണർക്ക് രാജി നൽകി. ഇന്ന് ഗവർണർ വിളിച്ച ഹിയറിംഗിൽ വി.സി. ഹാജരായില്ല. അതേസമയം കാലിക്കറ്റ് ഡിജിറ്റൽ സംസ്കൃത സർവകലാശാല വി.സിമാർ പങ്കെടുത്തു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വി.സിമാരോടാണ് ഹിയറിംഗിന് നേരിട്ട് ഹാജരാകാൻ ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. ഇതിൽ കേരള, എം.ജി, കുസാറ്റ്, മലയാളം വി.സിമാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചിരുന്നു. KTU കണ്ണൂർ ഫിഷറീസ് വി.സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വി.സിമാരോടാണ് ഹിയറിംഗിന് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഇതിൽ ഓപ്പൺ സർവകലാശാല വി.സി. മുബാറക് പാഷയാണ് ഹിയറിംഗിന് ഹാജരാകാതെ രാജിക്കത്ത് ഗവർണർക്ക് സമർപ്പിച്ചത്. എന്നാൽ ഡിജിറ്റൽ സർവകലാശാല വി.സി. നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് വി.സിയുടെ അഭിഭാഷകനാണ് ഹാജരായത്. സംസ്കൃത സർവകലാശാല വി.സി. ഓൺലൈനായും ഹാജരായ ഈ 3 വി.സിമാരും അയോഗ്യരാണെന്ന് UGC പ്രതിനിധി ഹിയറിംഗിൽ അറിയിച്ചു. അതേസമയം ഓപ്പൺ സർവകലാശാല വി.സി. മുബാറക് പാഷയുടെ രാജിക്കാര്യത്തിൽ ഗവർണറുടെ തുടർ നടപടിയാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.